2025 നിൽക്കുന്ന നമ്മളെ 2040 എത്തിക്കുന്നൊരു സിനിമയാണ് മസ്തിഷ്കമരണം. മനുഷ്യൻ്റെ മെമ്മറി മോഷണം പോകുന്ന കാലത്ത് സംഭവിച്ചേക്കാവുന്നൊരു കഥ. നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്കെയിലിൽ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് പുൾ ഓഫ് ചെയ്യുന്ന ക്രൂസ് ഭയങ്കര കുറവായിരിക്കും. ഒരു സാധാരണ മനുഷ്യൻ്റെ ചിന്തയ്ക്കപ്പുറമാണ് മസ്തിഷ്കമരണം എന്ന സിനിമ. ഞാനിപ്പോൾ കൃഷാന്തേട്ടൻ സംവിധാനം ചെയ്യുന്ന മസ്തിഷ്കമരണം സൈമൺസ് മെമ്മറീസ് എന്ന സിനിമയുടെ സെറ്റിലാണ്. ഇതിൽ സൈമൺ അല്ലെങ്കിൽ ഷാജിമോൻ എന്നുള്ള ക്യാരക്ടർ, ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്ന ഞാനാണ്. ഓൾദോ സ്ക്രീൻ ടൈം കുറവാണെങ്കിലും എൻ്റെ ഒരു പരിപാടിയാണ് ഈ സിനിമ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യുന്നത്. കൃഷാന്തിൻ്റെ കൂടെ ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പ്രോജക്റ്റാണ്. ആദ്യത്തെ പ്രോജക്റ്റ് സംഭവവിവരണം നാലരസംഘമായിരുന്നു. മസ്തിഷ്കമരണത്തിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് വേദ എന്നാണ്. സംഭവവിവരണം നാലര സംഘത്തിന് ശേഷം കൃഷാന്തേട്ടനായിട്ടുള്ള എൻ്റെ അടുത്ത പ്രോജക്റ്റാണ് മസ്തിഷ്കമരണം. അതിനെക്കാട്ടി ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഞാനത് ചെയ്തേക്കുന്നത്. ഒരു ജാപ്പനീസ് നിഞ്ച സോൾജർ. അതാണ് ഞാൻ ഇതിനകത്ത് പെർഫോം ചെയ്തേക്കുന്നൊരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഈ സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ടോ, കുറച്ച് ബാക്കിലോട്ടോ, ഫ്രണ്ടിലോട്ടോ, ഈ സൈഡ് ഫ്രണ്ടിലോട്ട് കയറിക്കോ, ഇങ്ങോട്ട് കയറിക്കോ. ഞാൻ കൃഷാന്തിൻ്റെ കൂടെ ഇതിനു മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ തന്നെ തൊട്ട് മുൻപത്തെ സിനിമയായ സംഘർഷഘടന എന്ന സിനിമയിലൂടെയാണ്. ഫോർ മീ മസ്തിഷ്കമരണം വാസ് പ്രൈമറിലി അബൌട്ട് റീയൂണൈറ്റിംഗ് വിത്ത് കൃഷാന്ത് ആൻഡ് ഹിസ് ടീം ആഫ്റ്റർ നാലര സംഘം. അപ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു പുള്ളിയുടെ അടുത്ത വർക്ക് അപ്പോൾ തുടങ്ങുന്നുള്ളത്. അപ്പോൾ അടുത്ത വർക്ക് തുടങ്ങിയപ്പോൾ ഐ വാസ് ആക്ച്വലി ഇനീഷ്യലി വർക്കിംഗ് ഇൻ ദ ഡയറക്ഷൻ ടീം. ഞാൻ പ്രീ പ്രൊഡക്ഷനിൽ മൊത്തത്തിനോട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഐ റിമെമ്പർ ദ ഫസ്റ്റ് ടൈം കൃഷാന്ത് സെൻറ്റ് മീ ദ സ്ക്രിപ്റ്റ് ആൻഡ് വാസ് റിയലി എക്സൈറ്റഡ് ടു വർക്ക് ഓൺ സംതിങ് ലൈക്ക് ദിസ്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് പടമാണ് ഇത്. ആക്ച്വലി ഒരു സിനിമ ബേസ്ഡ് പരിപാടിയാണ്. അപ്പോൾ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ക്ലിൻറ്റ് മാർത്താണ്ഡൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അത് പുള്ളി ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. മസ്തിഷ്കമരണത്തിൽ ഞാൻ അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് ആംബർ ലൂസി എന്നാണ്. അപ്പോൾ ഇതിനകത്ത് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കൃഷാന്തേട്ടൻ്റെ കൂടെ. പക്ഷേ എപ്പോഴും കൃഷാന്തേട്ടൻ ഈ പറഞ്ഞ പോലെ വിശ്വസിച്ച് ഏതെങ്കിലും ഒരു ക്യാരക്ടർ നമ്മളെ ഏൽപ്പിക്കും. അപ്പോൾ അങ്ങനെ ഇത്തവണ ഏൽപ്പിച്ച ക്യാരക്ടർ ആംബർ ലൂസി ആയിരുന്നു. വേദ ഇസ് യുവർ ടിപ്പിക്കൽ കോർപ്പറേറ്റ് മീഡിയ ഷാർക്ക്. ഷീ ഓൺലി കെയർസ് അബൌട്ട് റേറ്റിംഗ്സ്. ആൾക്കാരുമായിട്ടുള്ള പേഴ്സണൽ ബന്ധം, ഇമോഷൻസ്, ഇതൊന്നും വേദയ്ക്കൊരു പ്രശ്നമല്ല. എങ്ങനെ സ്വന്തം റിയാലിറ്റി ഷോയുടെ റേറ്റിംഗ്സ് കൂട്ടാമെന്ന് മാത്രമാണ് വേദയുടെ കൺസേൺ. അപ്പോൾ ഈ കഥയുടെ ഒരു ക്രൂഷ്യൽ പോയിന്റിലാണ് വേദയുടെ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ആവുന്നത്. ഒരു ക്യാമിയോ എന്ന് വേണമെങ്കിൽ പറയാം ക്യാരക്ടറിന്. ഒരു ജാപ്പനീസ് നിഞ്ച എങ്ങനെയാണോ അതേ സെയിം ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു സെയിം ടൈപ്പ് ഓഫ് ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഞാൻ ചെയ്യാൻ നോക്കിയേക്കുന്നത്. ഓൾമോസ്റ്റ് ആ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ ഫൈറ്റ് മാസ്റ്റർ ശ്രാവണായിരുന്നു, ഏപ്പിയൻസ്. അപ്പോൾ ഏപ്പിയൻസിലെ ശ്രാവൺ ചേട്ടനാണ് ഇതിനകത്തുള്ള ബാക്കി കാര്യങ്ങൾ, എൻ്റെ ഫൈറ്റും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. ഇപ്പോൾ ന്യൂസ് മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇതിൽ വരുമ്പം അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതിനെല്ലാം ഒരു ഹ്യൂമറിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആംബർ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതോ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഇതുവരെ എൻ്റെ ഫിലിമോഗ്രഫി എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു ആംബർ. ഓക്കെ, സ്വിച്ച് ടു മാലിക്. മാലിക്കിന്റെ എക്യുപ്മെന്റ് ക്ലോസ് അപ്പ്. അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫേസ് ക്യാമറ. ഇന്ദ്രജ. ഞാൻ മസ്തിഷ്കമരണത്തിൽ ഇന്ദ്രജ റാണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇനിഷ്യലി കൃഷാന്തേട്ടൻ ഈ റോളിനെ പറ്റി പറഞ്ഞപ്പോൾ എന്നോട് ഇൻസ്പെക്ടർ എന്ന് മാത്രമാണ് പറഞ്ഞത്. സോ ഇൻ മൈ മൈൻഡ് ഞാൻ വിചാരിച്ച വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ടർ ക്യാരക്ടറാണ് എന്നാണ്. പക്ഷേ സ്ക്രിപ്റ്റൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു മൂവിയാണ്. ആൻഡ് പോലീസ് എന്ന് പറയുമ്പോഴും ഫ്യൂച്ചറിൽ മേ ബി ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ക്യാരക്ടർ. ഇത് എന്നോട് ആദ്യം ഈ ക്യാരക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് കുറച്ച് ഗ്രേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണെന്നാണ്. പക്ഷെ പിന്നീട് ഇത് എഴുതി കഴിഞ്ഞ് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിന് ഹ്യൂമറിന് ഒരുപാട് സ്കോപ്പുള്ള ഒരു ഏരിയ കിടപ്പുണ്ടെന്നുള്ളത്. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ പോപ്പുലർ കൾച്ചറിൽ നമുക്കൊക്കെ അറിയാവുന്ന കുറച്ച് ആളുകളുമായിട്ട് കണക്ട് ചെയ്ത് അവരുടെ ഒരു കുറച്ച് പരിപാടികളെടുത്താണ് ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ആരാന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവും. ഷാജിയേട്ടാ ഇതും കൂടെ
അവരുടെ കാലിൽ ആരോ പിടിച്ചു, അവരകത്തോട്ട് പോയി. മാലിക് എന്ന ക്യാരക്ടർ ആക്ച്വലി സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരു ആർക്കുള്ള ഒരു ക്യാരക്ടർ അല്ല. ജഗദീഷ് സാറിന്റെ ക്യാരക്ടർ പ്രവീൺ ശശാങ്കിന്റെ കൂടെ ഉള്ള ഒരു ക്യാരക്ടറാണ് ഫോർ മോസ്റ്റ് പാർട്ട്. മാലിക് is somebody I did not actually have to work on it a lot because the script demanded a certain kind of reaction from this person. തികച്ചും വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ഞാൻ ഈ ചിത്രത്തിൽ ചെയ്യുന്നതെന്ന് ഞാൻ പ്രത്യേകം പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ ഈ അപ്പിയറൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ജഡ്ജിൻ്റെ ക്യാരക്ടറാണ് ഇതിൽ ചെയ്യുന്നത്. ജഡ്ജ് റെജി എന്നാണ് പേര്. ഇതിന് മുന്നേ കൃഷാന്തിൻ്റെ പടങ്ങളിൽ നിങ്ങൾ ആസ്വദിച്ച പോലെ തന്നെ തമാശകളും എന്താ പറയുക വളരെ രസകരമായ ഷൂട്ടും ഒക്കെ ഉണ്ട്. എന്തായാലും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായിരിക്കും ഇത്. ആംബറിന് ഒരു ഫെമിനിൻ ടച്ച് വേണം എന്നുള്ളത് കൃഷാന്തേട്ടൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുകയും അപ്പം ഞാനിങ്ങനെ അവരോട് അവരുടെ കാര്യങ്ങൾ, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ കഥകൾ, കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും അപ്പോൾ എനിക്ക് അവരുടെ മാനറിസംസും പരിപാടിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ അർഷാദ് കെയറുടെ അടുത്ത്, നമ്മുടെ മേക്കപ്പിൻ്റെ അടുത്തും അല്ലെങ്കിൽ കോസ്റ്റ്യൂം ദിവ്യയുടെ അടുത്തും ഒക്കെ ഞങ്ങൾ പറയുമായിരുന്നു ഇപ്പം ഇതിങ്ങനെ ഒരു ലുക്ക് ആൻഡ് ഫീൽ, ഇങ്ങനെ പിടിച്ചാലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് അത് കൃഷാന്തേട്ടനായിട്ട് കൺസൾട്ട് ചെയ്യും. അപ്പോൾ കൃഷാന്തേട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അത് വയ്ക്കാം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞത് ഇൻഡസ്ട്രിയിൽ 150 കോടിയുടെ 2 ഹിറ്റ് തന്ന ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണെന്നാണ്. അതിൻ്റെ എല്ലാ അറാമ്പറപ്പും ഉള്ള ഒരു പ്രൊഡ്യൂസറാണ്. ആ അറാമ്പറപ്പിൻ്റെ പണി പുള്ളിക്ക് കിട്ടും. അതാണ് പരിപാടി. I've had great fun playing Veda because she's a bit over the top. ഒരു പ്രത്യേക രീതിയിലാണ് സംസാരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സായിട്ടുള്ള ഇൻട്രാക്ഷൻസ് എല്ലാം ഒരു എന്താ ഇച്ചിരി ആർട്ടിഫിഷ്യലാണ്. ഒട്ടും ഒത്തൻറ്റിക് ആയിട്ട് പെരുമാറുന്ന ക്യാരക്ടർ അല്ല വേദ. വിമലിന്റെ സിമ്പത്തി ഗ്രാഫ് റേസ് ആയിട്ടുണ്ട്. സോ യു നീഡ് ടു ക്രിയേറ്റ് ആൻ ഇമോഷണൽ മൊമെന്റ്. ഞാൻ പ്രോംപ്റ്റ് ചെയ്യട്ടെ ഫീന, പ്രോംപ്റ്റ് ചെയ്യട്ടെ. ഇതിലെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ ഹ്യൂമർ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇത്രയും സ്കോപ്പുള്ളൊരു ക്യാരക്ടർ. ഇതിൽ ലീഡ് റോള് ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ ഒരു ഫാൻ ഗേൾ കൂടിയാണ് ഇൻസ്പെക്ടർ ഇന്ദ്രജ. പക്ഷേ ബീങ് ആൻ ഇൻസ്പെക്ടർ ആ ഫാൻ ഗേൾ മൊമെൻറ്റ് ഒരിക്കൽ പോലും പ്രകടിപ്പിക്കാൻ വളരെ എവിഡൻ്റ് ആയിട്ട് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരാളാണ്. ആംബറിനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും പാരലി നമുക്ക് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി അവിടെ ഉള്ളത്, നമ്മൾ മസ്തിഷ്ക മരണത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് കൃഷാന്തനോട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതിനെ ഒട്ടും ഈ പറഞ്ഞ പോലെ നമുക്ക് ഹെവി അല്ലാതെ തോന്നിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ചീഫാണ് നിഖിൽ. അപ്പോൾ അവൻ ഈ പറഞ്ഞ പോലെ ഒരു എയ്ഡ് ചെയ്യേണ്ട പണി തൊട്ട് ഒരു ചീഫ് അസോസിയേറ്റ് ചെയ്യേണ്ട എല്ലാ പണികളും അവൻ എടുക്കുന്നത് നമുക്കറിയാം. അപ്പം ഈ പറഞ്ഞ പോലെ അഭിനയിക്കാൻ വേണ്ടി നമ്മളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതും ഈ പറഞ്ഞ പോലെ അതിന് സപ്പോർട്ട് തരുന്നതും ഒക്കെ അങ്ങനെ കുറേ സുഹൃത്തുക്കൾ ഇതിനകത്ത് ഉള്ളതുകൊണ്ടാണ്. എന്താ പറയുക, ജഡ്ജ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ നമ്മൾ ഒരു കോടതിയിൽ കേട്ടിട്ടുള്ള യുവർ ഓണർ അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട, ഏത് പേര് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വാടാപോടാ ബന്ധമാണ് ജഡ്ജും വക്കീലും അല്ലെങ്കിൽ പ്രതികളൊക്കെ ആയിട്ടുള്ള ആ തരത്തിലുള്ള അതൊന്നും ആലോചിച്ച് നോക്കി. അതുപോലുള്ളൊരു കാലഘട്ടം. അപ്പം എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റയർലി ഡിഫറെൻ്റ് ഒരു ലുക്കിലാണ് പടം ചെയ്തത്. പിന്നെ ഒരു ഫൈറ്റ് ഉണ്ട്. എന്നോട് പറഞ്ഞു ഒരു പരിപാടിയുണ്ട്, ഒരു ഫൈറ്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് റെസ്റ്റാണ്, ഫുൾ ബോഡിയാണ്, ഡെഡ് ബോഡിയാണ്, കിടന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ആ ഡെഡ് ബോഡി കിടക്കേണ്ട മഴയത്താന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നു. ഓക്കെ കുഴപ്പമില്ല കേട്ടോ, കിടക്കുമല്ലേ, സിമ്പിളാണെന്ന് പറഞ്ഞ് ഞാൻ പോയി കിടന്നു. പിന്നെയാണ് തലങ്ങുന്നു റെയിൻ വരുന്നു, മൂക്കിലും വയലും വെള്ളം കയറുന്നു. ഷോട്ടിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം എണീക്കുന്നു. നല്ല കൊതുകേടിയും കൊണ്ടൊരു പാടത്താണ് കിടത്തിയത്. നമ്മുടെ ഒരു പോസ്റ്റ് കൊച്ചി, അതായത് 2014 കൊച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് എക്സ്റ്റീരിയർ ലൊക്കേഷൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഹോങ്കോങ്, ബാങ്കോക്ക് പോലെ. അന്ന് കൊച്ചി അങ്ങനെ ആയിരിക്കും എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞങ്ങളൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അങ്ങനെ ആ വേൾഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. കാര്യം ഇത് കൺവിൻസിങ് ആക്കുക എന്നുള്ളത് ഒരു വലിയ എഫേർട്ട് തന്നെ ആയിരുന്നു. When I say action, he'll open his eyes and start looking at the camera. He looks everywhere.
Looking straight, he'll run. കേട്ടോ? ഒരു ഭയങ്കര രസമുള്ള ഒരു ഐഡിയ ആണ് ഇതിൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ആ അവസാനത്തെ കോർട്ട് റൂമൊക്കെ ഒരു സൂപ്പർ ഫൺ ഷൂട്ടിങ്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഓൺ സ്ക്രീനും രസമായിരിക്കും തോന്നുന്നു. നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു കോടതി സെറ്റിംഗ് ഒക്കെയാണ്. ഇന്നത്തെ മറ്റ് പ്രശ്നങ്ങളൊന്നും അല്ലാതെ അതിനപ്പുറത്ത് നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങളുണ്ടെന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു ചിത്രമാണ്. ഫൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കുഞ്ഞു ഫൈറ്റാണ്, പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഹീറോയിൻ രജിഷയായിട്ടായിരുന്നു കോംബോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾക്ക് ശ്രാവൺ ഫൈറ്റ് മാസ്റ്റർ ആയിരുന്നു. പുള്ളി നമുക്ക് 2 റിഹേഴ്സലും പ്രാക്ടീസും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ കൃഷാന്തേട്ടനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ നാലര സംഘത്തിലാണെങ്കിലും മസ്തിഷ്ക മരണത്തിലാണെങ്കിലും കൃഷാന്തേട്ടനോട് എന്ത് ഡൗട്ട് ആണെങ്കിലും ചോദിക്കാം. ഇപ്പോൾ എത്ര ഹറിബറിയിൽ കൃഷാന്തേട്ടൻ നിന്നാലും എന്ത് ഡൗട്ട് ആണെങ്കിലും എനിക്ക് ഈസി ആയിട്ട് കൃഷാന്തേട്ടനോട് ചോദിക്കാം. ഭയങ്കര കമ്മ്യൂണിക്കേറ്റബിളാണ് കൃഷാന്തേട്ടൻ. കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നമുള്ളൂ. എന്തൊരു മൈന്യൂട്ട് കാര്യമാണെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു സീനാണ്. ഇപ്പോൾ അതിനകത്തൊരു കോട്ട് സീനുണ്ട്, അതിനകത്ത് എൻ്റെ പ്രസൻസ് മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രസൻസ് സീനിൽ പോലും ഞാൻ കൃഷാന്തേട്ട എന്ന് വിളിച്ചാൽ കൃഷാന്തേട്ടൻ വരും. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃഷ്ണേട്ടൻ എനിക്ക് ഫുള്ളായിട്ട് ബ്രീഫ് ചെയ്ത് തരും. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണേട്ടനായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്. ഓവറോൾ കൃഷാന്തിനോട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഐ ഹവ് ഓൾവേസ് എൻജോയ്ഡ് ഇറ്റ് ബിക്കോസ് his brain works in a very interesting way. Appo his ideas are very quirky and you know, like they push the boundaries, so it's always fun working with him and his team. പിന്നെ ഇതിനകത്ത് എനിക്ക് അതായത് ഇത് ചെയ്യാൻ മൊത്തം കോൺഫിഡൻസ് ഉണ്ടെങ്കിലും എനിക്ക് ചെറുതായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നൊരു കാര്യമുണ്ട്. ഇതിനകത്തൊരു ഗ്ലാസ് ബ്രേക്കിംഗ് സീനുണ്ട്. അതായത് നിരഞ്ജൻ എന്നെ എടുത്തൊരു ഒരു ടീപ്പോലിടും. അപ്പോൾ ടീപ്പോ എല്ലാം ഡമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവിടെ ഷുഗർ ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ആക്ച്വലി എൻ്റെ ഉൾമനസ്സിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നൊരു കാര്യമാണ്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഗ്ലാസ് ബ്രേക്കിംഗ് ചെയ്തിട്ടില്ല. പക്ഷേ കൃഷ്ണാന്ത് ചേട്ടൻ എനിക്കതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അതാണെങ്കിൽ APNCലെ ശ്രാവൺ ബ്രോ ആണെങ്കിലും അതെല്ലാം ശ്രാവൺ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും പേടിക്കാനില്ല. അപ്പോൾ അതൊരു ഒറ്റ ഷോട്ടേ ഉള്ളൂ. ആ ഷോട്ടിൽ തന്നെ എൻ്റെ റിയാക്ഷനും ഉണ്ട്. അപ്പോൾ അതെനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിലും ഇവരെല്ലാവരും ഈ ക്രൂ തരുന്നൊരു ഫുൾ സപ്പോർട്ടിൽ അതൊരൊറ്റ ഷോട്ടിൽ തന്നെ ഞാൻ സംഭവം ചെയ്തിട്ടുണ്ട്. ഓരോ ഡയറക്ടേഴ്സ് ഓരോ രീതിയിലാണ്. പക്ഷേ കൃഷാന്തിൻ്റെ അടുത്ത് നമുക്ക് കിട്ടുന്നത് നമുക്ക് തന്നെ ചെയ്യാനുള്ള കാര്യത്തിൽ അതിനെ ഇംപ്രൂവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സ്പേസ് ഫ്രീഡം ഉണ്ട്. അപ്പം അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നൊരു പരിപാടിയാണ്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. കൃഷാന്തൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അതൊരു ജോലിയായിട്ട് നമുക്ക് ഒരിക്കലും തോന്നാറില്ല. അതിൻ്റെ ഒരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്നൊരു ടാസ്കിനെ നമ്മൾ ജോലിയെന്ന് വിളിക്കും. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യത്തിനെ നമുക്ക് ജോലിയായിട്ട് ഒരിക്കലും കരുതാൻ പറ്റില്ല. അപ്പം കൃഷാന്തൻ്റെ കൂടെ ഒരിക്കലും ജോലി ചെയ്തതായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ ആ ടീമായിട്ട് നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരേ ഷിപ്പിൽ ഞങ്ങൾ സഞ്ചരിക്കുക എന്നുള്ളൊരു മോഡാണ്. അതിനകത്ത് ഇന്ന ആൾ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യും അങ്ങനത്തെ ഒരു മാനദണ്ഡമൊന്നുമില്ല. മസ്തിഷ്ക മരണത്തിൻ്റെ ഐഡിയ ആദ്യം എന്നോട് പറഞ്ഞപ്പം ഇങ്ങനെ ഒറ്റ വരിയിൽ പറഞ്ഞ ഇതാണ്, മനുഷ്യൻ്റെ മെമ്മറി മോഷണം പോകുന്ന കാലത്ത് സംഭവിച്ചേക്കാവുന്നൊരു കഥ, അതിൻ്റെ ഒരു കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ളൊരു പരിപാടിയാണെന്ന് തോന്നി. അപ്പം ഞാൻ ഈ ഐഡിയ കേട്ടപ്പം ഡെഫിനറ്റ്ലി ഓൾമോസ്റ്റ് ഓൾ ഹിസ് ഫിലിംസ് ഐഡിയാസ് ആർ വെരി കോംപ്ലിക്കേറ്റഡ്. അപ്പം അത് പക്ഷേ ഒരു സ്ക്രീൻ പ്ലേ ആയി ഏറ്റവും കമ്മ്യൂണിക്കേറ്റീവായി സ്ക്രീൻ പ്ലേ എഴുതുകയും അത് അതിലും കമ്മ്യൂണിക്കേറ്റീവായി എന്നാൽ വളരെ എക്സെൻട്രിക്കായി ഉള്ള കട്ട്സും ഒക്കെ വെച്ചിട്ട് എന്നാൽ ഏറ്റവും കമ്മ്യൂണിക്കേറ്റീവായി സിനിമ ചെയ്യുന്ന ഒരാളാണ് കൃഷാന്ത് ചേട്ടൻ. അപ്പം ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ആവാസവ്യൂഹം കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കൃഷാന്ത് ചേട്ടൻ്റെ ഒരു സിനിമ ഇതായിരിക്കും. ഇതിൻ്റെ കാസ്റ്റ് കുറേ പേര് നാലര സംഘത്തിലുണ്ടായിരുന്നവരാണ്. അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എ ട്രൂലി റീയൂണിയൻ. നിരഞ്ജ്, Vishnu Agastya, Srinath, all these people, and then I'm working for the first time with Rajisha, Divya and all, so I was very excited about it. അതുപോലെ തന്നെ ഇതിനകത്തൊരു മെയിൻ സീക്വൻസ് എന്ന് പറയുന്നത് നിരഞ്ജൻ എന്നെ അടുത്തൊരു ഫ്രിഡ്ജിനകത്ത് എറിയുന്നൊരു സീനുണ്ട്. അപ്പോൾ അതിൻ്റെ റെഫറൻസ് കൃഷ്ണാന്തേട്ടൻ എന്നോട് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലൊരു കുഞ്ഞെങ്ങനെ ഇരിക്കും അതാ. അപ്പോൾ ആ സെയിം സാധനം തന്നെ നമ്മൾ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഒരു ഫ്രിഡ്ജിനകത്ത് ഞാൻ ഇരുന്നിട്ട് അതിന് ഒരു സോങ്ങും കൃഷ്ണാന്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ആ സോങ്ങും ആ ഒരു ഫ്രിഡ്ജ് സീക്വൻസ് എല്ലാം കൂടി ആകുമ്പോൾ എനിക്കത് കറക്റ്റായിട്ട് ആ ഒരു മൈൻഡ് സെറ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൃഷ്ണാന്തേട്ടൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എല്ലാ ആ ഒരു രീതി എനിക്ക് ഓൾറെഡി അറിയാം. കൃഷ്ണാന്തേട്ടൻ എനിക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടെല്ലാം തരും. അപ്പോൾ അതുകൊണ്ടിട്ട് അതൊരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെ ആയിരുന്നു. കാണുന്ന എല്ലാവർക്കും ഇത് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത്രയും നാൾ നമ്മൾ കണ്ട കൺവെൻഷണൽ കൈൻഡ് ഓഫ് ത്രില്ലേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ മൂവീസിനെക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. മൂവി മേക്കിംഗ് ആണെങ്കിലും ശരി, കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ ക്രൂവിൻ്റെ ലുക്ക് വൈസ് ആണെങ്കിലും ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. I also enjoyed this look
ആക്ച്വലി എൻ്റെ ഇതുവരെ ചെയ്തിട്ടുള്ള വർക്കിൽ ഏറ്റവും കൂടുതൽ മേക്കപ്പ് ആൻഡ് ഹെയറിൽ സമയം സ്പെൻഡ് ചെയ്തിരിക്കുന്നത് പെർഹാപ്സ് ഇറ്റ്സ് ഫോർ വേദ. ദാറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ്. ഇതിലെ ലുക്ക് എനിക്ക് ആക്ച്വലി ആദ്യം ഒരു ലുക്ക് പ്ലാൻ ചെയ്തിരുന്നു. കാരണം 2 അപ്പിയറൻസ് ഉണ്ട്. അപ്പം 2 അപ്പിയറൻസ് വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ലുക്ക് വലുതായിട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഒരു സേഫായിട്ട് ഒരേ ദിവസം തന്നെ 2 അപ്പിയറൻസിലൊക്കെ ഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നു ആദ്യം. അപ്പം അങ്ങനെ വന്നപ്പം വലിയ രൂപമാറ്റമില്ലാത്തൊരു പരിപാടിയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ പിന്നെ ഫോട്ടോഷൂട്ട് കണ്ട് ബാക്കി എല്ലാവരുടെയും ലുക്ക് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ കിടന്ന് ബഹളം വെച്ചിട്ട് അവസാനം എനിക്ക് വേറൊരു ലുക്ക് തന്നെയാണ്. അപ്പോൾ ഇത് കുറച്ച് തലയൊക്കെ ഇങ്ങനെ കുറച്ച് ഷേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വിഗ് യൂസ് ചെയ്യുന്നത് സിനിമയിൽ. അപ്പോൾ അതിനായിട്ട് തല കുറച്ച് ഷേവ് ചെയ്തു. തല കുറച്ച് ഷേവ് ചെയ്തപ്പോഴത്തേക്കും പിന്നെ അത് ഇവിടെയൊക്കെ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ അർഷാദൊക്കെ ആഡ് ഓൺ ചെയ്തു. അങ്ങനെ രസമുള്ള 2 ലുക്കുകളിലേക്ക് വരാൻ ഈ സിനിമയിൽ പറ്റി. നിഞ്ച സോസിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ആ ഒരു നിഞ്ച എങ്ങനെ ആയിരിക്കുമോ ആ ഒരു സെയിം ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂമും ലുക്കും കാര്യങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ദിവ്യ ചേച്ചിയാണ് കോസ്റ്റ്യൂമർ. അപ്പോൾ ദിവ്യ ചേച്ചി ആ കോസ്റ്റ്യൂം എല്ലാം കറക്റ്റ് ഒരു നിഞ്ച എങ്ങനെ ആയിരിക്കുമോ അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ഷൂസ് ഉൾപ്പെടെ നിസ്സാരമായിട്ടുള്ള ഷൂസ് ഉൾപ്പെടെ പോലും എങ്ങനെയാണോ ഒരു നിഞ്ചയുടെ ആ ഒരു ലുക്ക് കറക്റ്റ് അതേപോലെ ഓൾമോസ്റ്റ് ഡിറ്റോ രീതിയിൽ തന്നെ ലുക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് ആ കോസ്റ്റ്യൂമിൽ കയറുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു നിഞ്ച എന്നുള്ള ഒരു ഫീല് കിട്ടുന്നുണ്ട്. നല്ല ഒരു അനുഭവമാണ്. ഹർഷാദൊക്കെയാണ് മേക്കപ്പ് ചെയ്തത്. മേക്കപ്പിൽ പുള്ളി കുറച്ചധികം പരിപാടികൾ മുഖത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കി പ്രയാഗേട്ടനാണേലും ആർട്ട് ടീമാണേലും കോസ്റ്റ്യൂം ആണേലും എല്ലാവരും അടിപൊളിയാണ്. ഭയങ്കര സന്തോഷമുണ്ട് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. രജീഷയുടെ കൂടെ ആദ്യമായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. ദിവ്യപ്രഭ വാസ് മൈ വെരി ഗുഡ് ഫ്രണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങൾ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തത്. അപ്പോൾ ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. And I hope you all enjoy the film. It's one that teases your brain and also makes you laugh out aloud. മസ്തിഷ്ക മരണത്തിൽ അഭിനയിച്ചതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എനിക്ക് അറിഞ്ഞൂടാത്ത കുറേ കാര്യങ്ങൾ ഞാൻ അതിനകത്ത് പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആക്ടിങ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്കും നമ്മളെല്ലാം പഠിച്ച് ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു ഗുഡ് ആക്ടറാണെന്ന് പറയാൻ പറ്റില്ല. ഡെയിലി ലേണിംഗ് ആണ്. ഒരു ഗുഡ് ലേണിംഗ് അത് ഇവിടുന്ന് കിട്ടി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ക്യാമറ ചെയ്യുന്ന പ്രയാഗേട്ടനാണേലും ആർട്ട് ടീം എല്ലാവരും അവരവരുടെ 100% ഇട്ടു. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അതിൻ്റെ അകത്ത്. ബാക്കി പടം തിയേറ്ററിൽ വരുമ്പോൾ അറിയാം എന്താവുന്നു. മസ്തിഷ്ക മരണം എന്ന് പറയുന്ന സിനിമ ഉറപ്പായിട്ടും ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. കാര്യം ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും അതിൻ്റെ ഒരു എഡിറ്റ് കാണുമ്പോഴും അതിൻ്റെ റഫ് കട്ട് കാണുമ്പോഴും ഒക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അതേപോലെ കാണുന്ന പ്രേക്ഷകർക്കും അത് അത്തരത്തിലുള്ളൊരു അനുഭവം തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആവാസവ്യൂഹം പോലെയാണ്. ഞാൻ കൃഷാന്തേട്ടൻ എന്ത് പറയുന്നോ അത് ചെയ്യുന്നു. കാരണം ലോട്ട് ഓഫ് തിങ്സ് ഇസ് ഗോയിങ് ഓൺ ഇൻ ഹിസ് ഹെഡ്. അപ്പോൾ അത് ഒരുപാട് മനസ്സിലാക്കാൻ നിൽക്കാതെ പുള്ളി പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും എക്സൈറ്റഡ് ആണ് ഈ സിനിമ തിയേറ്ററിൽ എങ്ങനെ വരും എന്നുള്ളത് കാണാനായിട്ട്. ഇറ്റ് വിൽ ബി എ ഫൺ റൈഡ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.